അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞിനേനു അനൂട്ടിൻ്റെ അച്ഛന് നമ്മളെ വിട്ടു പോയ കാര്യം. അപ്പോൾ കുറേ ആൾ നമുക്ക് മെസ്സേജ് അയച്ചിനേനു, എല്ലാവരോടും നന്ദി. അപ്പോൾ അതുപോലെ തന്നെ ലീനേച്ചിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടേനു. ലീനേച്ചിൻ്റെ ഹാർട്ടിന് ചെറിയ ഓപ്പറേഷൻ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് പോകണം. അതിൻ്റെ കൂടെ തന്നെ ചില ഇന്നലെ നമ്മളെ മൂത്ത ഏച്ചീൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനും അങ്ങനെ നമ്മളെ വിട്ടു പോയി. അപ്പോൾ ഏച്ചി ഇപ്പോൾ അങ്ങ് പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നെയായിരുന്നു ഏച്ചി, എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഒരാഴ്ച മുന്നേ നമ്മൾ വെക്കൽ വാങ്ങൽ എല്ലാം താഴെ തന്നെയാണ്. അപ്പോൾ കഞ്ഞി തന്നെയാണ് ഇവിടുത്തെ ചടങ്ങ് പ്രകാരം വെച്ചാൽ സഞ്ചാന വരെ കഞ്ഞിയും പുഴുക്ക് അങ്ങനെയാണ് നമ്മൾ തന്നെയാണ് വെക്കൽ. അപ്പോൾ ലീനേച്ചിക്കും അങ്ങനെ കഴിയില്ല. അപ്പോൾ അതുവരെ കഞ്ഞി അങ്ങനെ വെച്ചു. പിന്നെ 12 വരെ ചോറ് അങ്ങനെ ആടെ തന്നെ താഴെ തന്നെ നമ്മൾ വെക്കൽ വാങ്ങലെല്ലാമാണ്. അപ്പോൾ ഇന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഉള്ളത്. അത് വാവ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഓനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്ര ദിവസം വെച്ചാൽ എല്ലാവരും അങ്ങനെ വീട്ടിലുള്ളത് കൊണ്ട് വാവേനെ നോക്കാനെല്ലാം ആളുണ്ടായിരുന്നു. അപ്പോൾ അനൂട്ടി ഇന്ന് മുതൽ സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ താഴെ ഇവിടുന്ന് കറിയെല്ലാം ആക്കിയിട്ട് താഴെ കൊണ്ടു കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ ഇങ്ങ് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റിഷൂട്ടൊന്ന് എണീച്ചേട്ടാ. ഞാൻ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ബിജുവാട്ടിന് അമ്മേനെയും കൂട്ടിയിട്ട് ഒന്ന് ഇതിന് പോയിട്ടുണ്ട്, ബ്ലഡെല്ലാം ചെക്കപ്പ് ആക്കാൻ. വെച്ചാൽ മാസം ഇങ്ങനെ ചെക്കപ്പ് ആക്കിയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ചെക്കപ്പ് ആക്കി വെച്ചിട്ട് നാളെ കാണിക്കാൻ പോകണം നമുക്ക്. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടാണ് ഉള്ളത്. അവരിപ്പോൾ വരും. അപ്പോൾക്ക് ഞാൻ കറിയെല്ലാം ആക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ കോനും എണീച്ചു. അപ്പോൾ ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി കടി വെക്കാം. വെള്ളരി വേണോ തിന്നേ? വേണ ഇവനിങ്ങനെ കഷ്ണങ്ങളെല്ലാം ഞാൻ മുറിക്കുമ്പോൾ ഓരോരോ കഷ്ണങ്ങളെല്ലാം ഓനും തിന്നാൻ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഓൻ തിന്നു. ഋത്തിക്ക് തിന്നൂല. വെച്ചാൽ ഓന അറിയില്ല, ഇങ്ങനെ കൊടുത്ത് ഞാൻ ശീലിപ്പിച്ചിട്ടില്ലേനു. അപ്പോൾ ഇവന് ഇപ്പം എല്ലാം ശീലിപ്പിച്ചു. ഇന്ന ഇങ്ങനെ തിന്നാൻ കഴിയാ? മുറിച്ച് തരാം അമ്മ, നക്കുവതിന്. അപ്പം ഞാൻ കഷ്ണങ്ങളെല്ലാം മുറിക്കട്ടെ. എടുക്കുവാ നിങ്ങൾ ഇവിടെ കളിക്കുവാ, എന്നിട്ട് ഇന്നുവതിന് ഉള്ളി തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ ഉറങ്ങി എണീച്ചപാട് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്നാൽ രണ്ടാൾക്കും കറി വെക്കാം. നിങ്ങളിവിടെ ഇരിക്കുവാ? ഇരിക്കൂ. ഇപ്പോൾ അമ്മേനെ നല്ലോണം ഓന് പരിചയമായതുകൊണ്ടില്ല ആരെടുക്കാൻ അങ്ങനെ പോകുന്നില്ല. പോവേ ഞാനില്ലാത്ത സമയത്ത് അങ്ങ് കുഴപ്പമില്ല, അവരെടുക്ക ഇങ്ങനെ കളിക്കുക. എന്നെ കണ്ടാൽ പിന്നെ ആരും വേണ്ട, അങ്ങനെ ഒരു കുഴപ്പം അല്ലേ? എനിക്ക് അത് കൊണ്ട നമുക്ക് താപ്പാ. നല്ല മോനാണ്. തരില്ല. ഉള്ളി വായിലിടിച്ച് അവക്കുന്നത്. ഇനിയിപ്പോൾ ഓനെ വെറും ഉള്ളി മണായിരിക്കും, വായി തേച്ച് ഉള്ളി മണായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എന്തെല്ലോ ആന്ന് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതിലിടയ്ക്ക് ഇപ്പോൾ ഏച്ചിക്ക് ഹോസ്പിറ്റൽ കേസ് അത് ഇതെല്ലാം എന്തെല്ലാം ആയിട്ടുള്ള. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ ഇപ്പോൾ അമൃത ടിവിൻ്റെ അവാർഡ് പരിപാടിക്ക് പോയിനേനു. അപ്പോൾ അവിടെ പോയ വീഡിയോ എല്ലാം നമ്മൾ എടുത്തിനേനു. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അത് അതിലിടക്കാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ പങ്കിടും, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ അവാർഡെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ വന്നേനെ. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയുടെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് എന്നാൽ മുറിക്കാം. നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ ഉള്ളി. ചെറിയ കഷ്ണേ ഞാൻ കൊടുക്കുള്ളൂ. ബത്തക്കെല്ലാം മുറിച്ചാൽ ചെറുങ്ങനെ ആക്കിയിട്ടേ ഞാൻ കൊടുക്കലുള്ളൂ. വെളുങ്ങനായിപ്പോയാൽ പേടിയാന്ന് എനിക്ക്, വായിലെങ്ങാനും ഇതായിപ്പോ വെച്ചിട്ട്. എന്ത് കൊടുത്താലും എനിക്ക് പേടിയാണ്, വായിലായിപ്പോ വെച്ചിട്ട്. ഇവനെയും കൊണ്ട് ഇപ്പോൾ കറി ഇത് മുറിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതെന്നാ കുഴലൂതലാ കൃഷ്ണനെ പോലെ. അപ്പം ഞാൻ ഇവനെ താഴെ ഇറക്കിയിട്ട് കറീൻ്റെ പരിപാടി നോക്കട്ടെ. ഇപ്പോൾ അമ്മേൻ്റെ വരെ എത്തിയാൽ പിന്നെ കുഴപ്പമില്ലപ്പാ. ഞാൻ അടുക്കള പഴയൊക്കെ ഇങ്ങനെ പാട്ട് പാടും, കാർത്തൂൻ്റെയും ഇതെല്ലാം പാട്ട് പാടും. അപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് എൻ്റെ കൂടിയും പോകുന്ന താളെ ഇങ്ങനെ ആരാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടിയും ഇങ്ങനെ പാക്കും അല്ലേ? ആര് പറഞ്ഞു മാവൂ പറഞ്ഞട്ടെ. ഞാനാ നിങ്ങളുടെ കാത്തു, ആര് പറഞ്ഞു മാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. പാടിയ പാടൻ്റെ മൂഡിലല്ല ഉള്ളത് ഇപ്പോൾ.
ആ ആ ആടുപടഞ്ഞു പാവൂ ഞാനാ നിങ്ങളുടെ കാത്തു. അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം വരുമ്പോൾ ഇങ്ങനെ മുഖത്തിനെ കൊണ്ട് ആക്കോ, രണ്ട് കാലും കൈയെല്ലാം ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതേപോലെ ഒന്ന് ഋത്തിക്കിൻ്റെത്. അതെ, ഒരു ഉമ്മ നോക്കട്ടെ നമുക്ക്. ഉമ്മ 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 ഓടപ്പാ. എന്നാ ഇവിടെ കളിക്കുക. അമ്മ വേഗം കറി വെക്കട്ടെ. മുട്ട വെക്കുന്ന സാധനം മുട്ട ഇതാ ഇതിൽ വെച്ച് കളിക്കാം. ക്യാരറ്റ് ഇട്ടിട്ടാ മുറിച്ചെടുക്കട്ടെ, നടക്കൂല. കളിക്കാ. കുട്ടികളുള്ള വീട്ടിലെല്ലാവർക്കും അമ്മമാർ ഇത് ഒറ്റക്കായി പോയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അവസ്ഥ. പണ്ട് ഞാൻ ഋത്തിക്ക് ഇതുപോലെ ചെറുതായിരിക്കുമ്പോൾ അമ്മമ്മ ഉണ്ടേനു ഇവിടെ, നമ്മളെ അമ്മേൻ്റെ അമ്മ, വയസ്സായ അമ്മമ്മേനു. ഇപ്പം നമ്മളെ വിട്ടുപോയ 2-2.5 കൊല്ലമായി. അപ്പോൾ അമ്മ തൊഴിലുറപ്പ് പോകുന്ന സമയമാണ്. വിജുവാട്ടിന് ബസ്സിൽ ഡ്രൈവറല്ല, അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ അമ്മമ്മയാണ് ഇവിടെ ഉണ്ടാവല്. അപ്പോൾ അമ്മമ്മ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികളെ. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്ക് അങ്ങനെ എടുക്കാനോ പൊന്തിക്കാനോ ഒന്നും ആവില്ല, എന്നാലും അമ്മ കണ്ണ് തെറ്റാണ്ട് നോക്കും കുട്ടിയെ പോകുന്നതും വരുന്നതും. ഇവൻ്റെ ഒരുത്തിക്കിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയെല്ലാം ചെയ്യും, നിലത്ത് കാലും നീട്ടി ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം ഉണ്ട് ആക്കിയിട്ട് പോകുമ്പോൾ, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ അമ്മ ഇപ്പോൾ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റപ്പെടലൊന്നും ഇല്ല. പണ്ട് അമ്മമ്മയാണ്, ഇപ്പോൾ അമ്മയാണ് വീട്ടിൽ നോക്കാനുണ്ട്. വേഗം ഞാൻ മുറിക്കട്ടെ, പിന്നെ കാണുമ്പോൾ പറഞ്ഞു തന്നെ. അങ്ങനെ അമ്മമ്മൻ്റെ ഓർമ്മ വന്നുപോയി. ചില ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പില്ലേ, എൻ്റെ കൂടെ കുറേ ആളുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. എന്തെങ്കിലും ഇടക്കിടക്കേ നോക്കിയിട്ടില്ലെങ്കിൽ എന്നാ എടുത്ത് വായിലിടുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ രാവിലെ എണീച്ച പാടെല്ലാം വീടെല്ലാം അടിച്ചു വാരിയിട്ടേ ഞാൻ അടുക്കളയ്ക്ക് ചെയ്യൽ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വായിലെടുത്തിടുമെന്ന് അറിയില്ലല്ലോ. ഋത്തിക്ക് എല്ലാം കാട്ടാക്കി വെക്കും. ഓന് കളിപ്പാട്ടെ അത് ഇതെല്ലാം ഓന്, പിന്നെ ഓനും ചെറുതല്ല, അപ്പം അതിനുള്ള ബുദ്ധിയൊന്നും ഓനും ആയില്ലല്ലോ. അപ്പം ഇങ്ങനെ കളിപ്പാട്ടെല്ലാം ആടയിലെല്ലാം കളിച്ചിട്ട് നിലത്ത് ഇട്ടിട്ടുണ്ടാവും. ഇവനും അറിയില്ലല്ലോ, ഇവനും എടുത്ത് വായിലിടാൻ നോക്കും. അപ്പോൾ രാവിലെ എണീച്ചിട്ട് അത് പെരുക്കി വെക്കലാണ് വലിയ ആദ്യത്തെ പണി. ഇത് വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ താഴെ ഇറക്കിയാറതാ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൂത്രം ഒഴിച്ചത് ഞാൻ കലമ്പാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഓൻ ഇങ്ങോട്ട് കാളിയാൽ പിന്നെ ഞാൻ ഓനെ സമാധാനിപ്പിക്കല്ല അല്ലേ. അല്ല ഐഡിയ പഠിച്ചു വെച്ചിന് കേട്ടാ. എന്താ അപ്പോൾ ഇന്ന് കറി ആക്കണ്ടെന്നാ നീ വിചാരിക്കുന്നത് എന്നെക്കൊണ്ട്? അപ്പോൾ ഇവന് തിന്നാനെല്ലാം കൊടുത്ത് കറിയെല്ലാം ആക്കുമ്പോഴത്തേക്ക് എന്ന് ഉച്ച കഴിയും. അപ്പോൾ ഇവന് പഴം താഴെ ഏച്ചിയില്ലേ, ഏച്ചീൻ്റെ അടുക്ക ഇവനെ ആക്കിയിട്ട് വരാം. അപ്പോൾ തരാം ആക്കിയിട്ട് അപ്പോൾ ഏച്ചി ആടുന്ന് ഇവന് തിന്നാൻ കൊടുക്കും. അപ്പോൾ എൻ്റെ കറിയും ആവുമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് താഴെ പോയിട്ട് വരട്ടെ. ഞാൻ ഇതിൽ സ്റ്റാൻഡിൽ ഫോണിൽ വെച്ചിട്ടല്ല സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡ്. കൂട്ടാനും കുറക്കാനും ചെയ്യാം ഇത് ഹൈറ്റ്. അപ്പോൾ നമ്മൾ മിന്നു ഉണ്ട് കേട്ടോ ഇവിടെ. മിന്നു എന്താണ് എന്നാണ് കുട്ടികളെടുത്തു. അപ്പം നമ്മളെ മിന്നുക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ മത്സ്യമൊന്നും മേടിക്കലില്ലല്ലോ. അപ്പോൾ ബിജുവാട്ടിന് ഇതിനിടയ്ക്ക് ഇടുന്നോ മത്സ്യം ഓക്ക് മാത്രം മേടിച്ച് കൊണ്ട് കൊടുത്തിനേനു. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ. അതുകൊണ്ട് ഒരു മൂടില്ല ഓക്ക് ചോറ്റിനൊന്നും. അവിടെ ഇരിക്കുമോ ഇനി കണ്ണും ചിമ്മിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് താഴേൽ ആളുള്ള കൊണ്ട് ഇവനെ നോക്കാനും നല്ല ഒരു ഇതേനു. അപ്പോൾ ഇവന് കുറേ ആളുള്ള കൊണ്ട് കുട്ടിയൊക്കെ അങ്ങനെയല്ലേ, വീട്ടിൽ നിറച്ച് ആളുണ്ടായ നല്ല ഒരു ഇതല്ലേ. നമ്മളെ കേരളത്തിൽ പുളിങ്കറി എന്നാണ് പറയൽ. നമ്മളങ്ങ് ഈ കറിക്ക് പറയൽ വെച്ചാൽ സാധാരണ പച്ചക്കറിയാണ്. എന്നാൽ കറി വെച്ചിന് നമ്മളങ്ങ് ചോദിച്ചാൽ പച്ചക്കറിയാണ്. സാമ്പാർ അങ്ങ് വേറെ തന്നെ സാമ്പാർ പറയും. പച്ചക്കറി ഇതിന് പുളിങ്കറിക്ക് പച്ചക്കറിയാണെന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ട് ഇടുന്നു ഞാൻ കറി തേങ്ങ അരക്കണം. തേങ്ങ ചിരകിത്തരാം, ഞാൻ അരച്ചോളാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നേരം അമ്മ എന്നോട് ആടുന്ന് ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും നമ്മളെ കറി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇടുന്ന് പുളിങ്കറിയാണെന്ന് പറഞ്ഞു. പുളിങ്കറി പറയുമ്പോൾ പുളിയായിട്ടുണ്ടാവാൻ വളയാൻ ചോദിക്കും. അല്ലമ്മേ നമ്മളെ വീട്ടിലെല്ലാം വെക്കുന്ന പോലെ തന്നെ പച്ചക്കറി ഇട്ടിട്ട് വെക്കുന്നതിനാണ്. അല്ല അത് സാമ്പാർ വേറെ, ഇത് പുളിങ്കറി എന്ന് പറയല്ലേ നിങ്ങൾ. ഇതിലും പച്ചക്കറി തന്നെയല്ലേ ഇടുന്നത്? അല്ല പുളിങ്കറിക്ക് ഇവിടെ പരിപ്പ് ഇടൂല, പക്ഷെ ഞാൻ പരിപ്പ് ഇടും. നമ്മളങ്ങ് പരിപ്പിട്ടിട്ട് കറി വെക്കും, അതൊരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെറൈറ്റി പിടിക്കലാണ്. അപ്പോൾ അങ്ങനെ പരിപ്പ് ഇട്ടിട്ട് ഞാൻ പുളിങ്കറി വെക്കട്ടെ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അമ്മക്ക് പറഞ്ഞാൽ വാൾവ് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ 3 വർഷമായി
അപ്പോൾ അതിൻ്റെ 2 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്. രാവിലെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയിട്ട് ചെക്കപ്പ് അത് ബ്ലഡ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം നാളെ നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മക്കിപ്പോൾ ഇങ്ങനെ അളിയൻ പോയതിനുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കാണിക്കേണ്ട ദിവസമെല്ലാം കഴിഞ്ഞ് കുറച്ച് തെറ്റി അങ്ങോട്ട് പോയിട്ടു. പിന്നെ അതിപ്പോൾ നാളെ ഇപ്പോൾ പോയിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് 2 ദിവസം മുന്നേ ഇന്നാണ് ഇട്ടപ്പോൾ കുറേ പേര് നമ്മളിത് അറിയില്ലേനും കുറേ ആൾക്കാർ. അപ്പോൾ അറിഞ്ഞിട്ടിങ്ങനെ വിഷമത്തിൽ പങ്കുചേരുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ കുടുംബത്തിൻ്റെ അറിയിക്കുമെന്ന്. ഇനിയിപ്പോൾ ലീനേച്ചിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഇതും എല്ലായിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ലേഖേച്ചി 12 ദിവസം കഴിഞ്ഞാൽ ലേഖേച്ചിനെ കിട്ടുമല്ലോ. അപ്പോൾ ഇപ്പം ജാഗിനിയേച്ചി അവിടെ ഇനിയിപ്പോൾ ചേച്ചിക്കും ഇറങ്ങാൻ പറ്റില്ല. അവരെ ഏട്ടൻ പോയി പറഞ്ഞില്ലേ പറഞ്ഞു. അപ്പോൾ അവരെ ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ദിവസം ഓറും ഇങ്ങനെ കിടന്നുപോയി. ഗംഗാട്ടൻ്റെ അളിയൻ്റെ ഏട്ടനാണ് വാസു എന്നാണ് പേര്. അപ്പോൾ ഓറും ഇങ്ങനെ കുറച്ച് 3-4 ദിവസം ഹോസ്പിറ്റലായി. അങ്ങനെ ഓറും ഇതായി. അപ്പോൾ ജാനീച്ചേൻ്റെ പാടിയായിരിക്കും ഉണ്ടാവും. പോക്കും അങ്ങനെ വരാൻ കഴിയില്ല. അപ്പോൾ ലീനേച്ചിക്കാണെങ്കിൽ അങ്ങനെ വെയിറ്റ് എടുത്തിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇതായിട്ടാണ് ഉള്ളത്. എണ്ണ ചൂടായിട്ടുണ്ടോ? 1 സ്പൂൺ കടുക് ഇട്ടെ. ഇട്ടാൽ ആ ഇട്ട്. ഇങ്ങനെയൊന്നും വേണ്ടേ? പൊട്ടി കഴിഞ്ഞാൽ പറയണേ. ഇത് മറ്റേ മൂടണ്ടല്ലോ. ഒന്നും വേണ്ട. കൂട്ടുന്നുണ്ട്. പേടിക്കണ്ട. അങ്ങനെ നമ്മൾ കടുകിടുമ്പോൾ അപ്പൊ അതെല്ലാം അടുക്കള പണിയിൽ അത് ഈ ബക്കന് അത് നാളെ ഒരു കല ഉണ്ടാവും. ഇങ്ങനെ എത്ര നമ്മൾ അടുക്കള പണിയിൽ ഇത് എത്ര വര കിട്ടിയതാണ്. അപ്പോൾ കറിയല്ല, ഈ ചോറ് അടുത്തായാലുണ്ട്. അപ്പോൾ പുളിങ്കറിയും ഒരു ബീൻസ് വറവും പിന്നെ പപ്പടം കാച്ചിട്ട് എടുത്തിന് കൊണ്ടു കൊടുത്തിട്ട് വരാം. അമ്മ ആടുന്നാ കുടിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്കുള്ളത് കൊടുത്തിട്ട് അവിടെ ഏച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മോനുണ്ട് എന്നാലും നമ്മൾ ഇവിടുന്ന് കഴിക്കാം. ഞാൻ കുട്ടീനെയും കൂട്ടിയിട്ട് വേറെ ഇതും കൊടുത്തിട്ട് ഓനും ചോറ് കൊടുക്കണ്ടല്ലേ. വീട്ടിൽ തന്നെയാണ് നമ്മളെ ചേച്ചീൻ്റെ വീടുള്ളത്.